ബിരിച്ചേട്ടാ ഹായ് നമസ്കാരം. നമസ്കാരം ഉണ്ട്. നമ്മള് പിന്നെയും വന്നല്ലേ? ഇതാണ് നമ്മൾ മൂന്നാമത്തെ എഡീഷൻ. നമ്മളെന്ന് പറഞ്ഞാല് ഈ 2 വണ്ടി എടുക്കത്തുള്ളൂ. ഞാൻ അത് പറയാതിരിക്കുവായിരുന്നു. ആണോ? കുറെ വണ്ടിയൊന്നുമില്ല, 2 വണ്ടി. നമ്മൾ 2 വണ്ടി എടുക്കുക, ആ 2 വണ്ടി വിൽക്കുക, ആ ജെനുവിൻ വണ്ടി എടുക്കുക, ജെനുവിൻ വണ്ടി കൊടുക്കുക. അല്ലാതെ നമ്മൾ വലിച്ചു വാരി വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ 2 ലോക്ക് ചെയ്തു, 4 വണ്ടി 4 വണ്ടി വിറ്റ് പോയില്ലേ? അപ്പൊ തന്നെ വിറ്റ് പോയല്ലേ? ഇപ്പോഴും എന്ത് പേര് ഉണ്ടല്ലേ? ഒത്തിരി പേര് കോളിംഗ് വരുന്നുണ്ട് ഉണ്ടല്ലേ? ഇപ്പോഴും ആൾ വിളിച്ചല്ലേ? ഇപ്പോൾ ഒരാൾ വിളിച്ചു. ഓക്കെ, വന്നോണ്ടിരിക്കുക അല്ലേ? വന്നോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ 2 ഡിസ്റ്റോക്കറി ഉണ്ട്. ഒന്ന് വി ആണ്, G4 രണ്ടും ഇന്റർകൂളറാണ്. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പം പുറം വണ്ടി തന്നെയാണ്. അതായത് പേര് മാറിയിട്ടില്ല. അത് അതിന്റെ പ്രശ്നം എന്താണെന്നറിയാം, ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ NOC എന്ന ഓണർഷിപ്പിന്റെ ഒരു പ്രശ്നം. ഓക്കെ. അപ്പൊ ഈ ഓണർഷിപ്പ് ഒന്ന് മാറ്റി തരാൻ വേണ്ടി ഞങ്ങൾ ഒരു വണ്ടി ഒന്ന് കൊണ്ടുവന്ന ഒരു വണ്ടി, അതായത് വിത്ത് NOC ഒരു വണ്ടിയുണ്ട്, ഇത് നമ്പറാക്കിയ വണ്ടിയുണ്ട്. കോട്ടയം രജിസ്ട്രേഷൻ. ഇപ്പം ഇതെടുക്കുവാണെങ്കിൽ അവിടെ നമ്പറാക്കി കൊടുക്കാം. നമ്മൾ കേരളത്തിൽ എവിടെ വേണേലും കൊടുക്കും. ഇതാണെങ്കിൽ നമ്പറാക്കിയ വണ്ടിയാണ്, പേര് മാറി കൊണ്ടുപോയാൽ മതി. ഫുൾ സെറ്റപ്പാണ്. നമുക്ക് ഫസ്റ്റ് ഇത് പറഞ്ഞാലോ? ആയിക്കോട്ടെ. ഈ വണ്ടിയെ കുറിച്ച് പറഞ്ഞാലേ, ഇത് 2014 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 140 അല്ലേ? 140 ഓടിയിട്ടുണ്ട്. തട്ടമുട്ട റീപ്ലേസ് എന്തെങ്കിലും? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. പക്ക വണ്ടിയല്ലേ? ഓണർഷിപ്പോ ഇത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ അല്ലേ? വേറെ പെന്നി വർക്കൊന്നും ഇല്ലല്ലോ? ഒരു വർക്കും ഇല്ല ഇതിനകത്ത്, ഒരു വർക്കും ഇല്ല. എടുക്കുക, ഓടിക്കുക. സർവീസ് കഴിഞ്ഞ വണ്ടിയാ? സർവീസ് കഴിഞ്ഞിട്ടേക്കുമല്ലോ. നമ്മളെ സീറ്റ് കവർ വേറെ ചെയ്താലോ? സീറ്റ് കവറൊക്കെ എത്ര രൂപ സീറ്റ് ചെയ്തതിന്? ഇതിന് 22,000 രൂപ. അല്ലേ? ഫുള്ള് ചെയ്തേക്കുമല്ലേ? ഞാൻ അകത്തേക്ക് ഞാൻ വരാം. അതുപോലെ വണ്ടി നോക്കിയേ, ഫുൾ നീറ്റാട്ടോ, വേറെ സ്ക്രാച്ചോ അങ്ങനെയൊന്നും ഇല്ല. പോളിഷ് ചെയ്ത വണ്ടിയല്ലേ? ഓക്കെ. ക്ലിയർ ആയിട്ട് എടുക്കത്തുള്ളൂ. അത് കസ്റ്റമറിനെ കൊണ്ടേ പണിയരുത് അല്ലേ? കൊണ്ടേ ഓടിക്കാന്നേ ഉള്ളൂ. അതെല്ലാം വണ്ടി അങ്ങനെയാ കൊടുക്കത്തുള്ളൂ. ടയറൊക്കെ ആണല്ലോ ഒരു 50% മുകളുണ്ടല്ലോ ടയറൊക്കെ. ഓക്കെ. അപ്പം ഞാൻ വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. നോക്കിയേ, നീറ്റാട്ടോ. ബാക്കിലേക്ക് വന്നാലും വേറെ വിഷയങ്ങളൊന്നുമില്ല. സൈഡും പക്കയല്ലേ? സ്റ്റിക്കർ ബാക്കിയുണ്ട് കേട്ടോ, ഡീസൽ അത് തന്നെ. അപ്പം ഇതൊക്കെ ഒരു ഫുൾ ലുക്ക് വന്നേക്കുന്നേ. ഇന്റീരിയറിലേക്ക് വന്നാലും നോക്കിയേ, നീറ്റാട്ടോ. ഡാഷൊക്കെ പക്കയാണ്. അതിൽ വേറൊരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ. റൂഫാണല്ലോ. ഓക്കെ. സീറ്റ് കവർ എത്രയായി മൊത്തം? ഇതിന് 22,000 രൂപയായി അല്ലേ? ഇത് മൊത്തത്തിൽ ഫുൾ ചെയ്ത് തന്നല്ലേ? അതുപോലെ AC കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ AC, നല്ല പക്കയല്ലേ? പക്ക കൂളിംഗ് വണ്ടി. സെക്കൻഡ് റോയിലേക്ക് വന്നാലും ഒന്നും ചെയ്യാനില്ല, കണ്ടോ? ഫുൾ ഓക്കെ ആട്ടോ. ഈ ഇഞ്ചർ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ആണല്ല, ഒരു തട്ടോ മുട്ടോ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ അറിയാം, കണ്ടോ? ടൊയാറ്റോയുടെ ഒറിജിനൽ എംബ്ലം ഇതിനകത്തുണ്ട്. ബോണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഒന്നും മാറിയിട്ടില്ല. ബാറ്ററി ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പോലും അടിച്ചിട്ടില്ല. പുതിയ ബാറ്ററി. നമ്മളതെല്ലാം ക്ലിയർ ചെയ്തല്ലേ എടുത്തുള്ളൂ. ഗ്യാരണ്ടി എഞ്ചിൻ ഒന്നും നോക്കാനില്ല. ഇന്റർകൂളർ എഞ്ചിൻ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് റേസ് ചെയ്യാമോ പയ്യെ? ഒന്നുകൂടെ. ഓക്കെ. പിന്നെ ചേട്ടാ, ലാസ്റ്റ് കാര്യം, ഈ വണ്ടി എന്നെ അവർക്ക് കൊടുക്കും? ഈ വണ്ടി വിത്ത് NOC ആണെങ്കിൽ നമ്മൾ 830 കൊടുക്കും. 830 കൊടുക്കും. 2014 V ഓപ്ഷൻ വണ്ടി, ക്ലാസ് ഒന്നും മാറിയിട്ടുള്ള ഫുൾ കണ്ടീഷൻ വണ്ടി. അപ്പം സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. 830 വിത്ത് NOC നമ്പർ ആക്കിയാണെങ്കിലോ? നമ്മൾ കേരളത്തിൽ എവിടെ വേണേലും രജിസ്റ്റർ ആക്കി കൊടുക്കുകയാണെങ്കിൽ 930 അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തോണ്ടിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. മോഡൽ ഏതാ? ഇത് 2014 ആണ്. 14 മോഡല്. 14 മോഡലാണ്. രജിസ്ട്രേഷൻ 2015 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇവിടെ നമ്പർ ആക്കിയ വണ്ടി കേട്ടോ. ഇവിടെ നമ്പർ ആക്കിയ വണ്ടി. ഓക്കെ. തട്ടുമുട്ട അങ്ങനെ എന്തെങ്കിലും? ഗ്ലാസ് റീപ്ലേസ്? പെന്നി വർക്ക്? ഒന്നുമില്ല. പക്ക വണ്ടി അല്ലേ? വൈറ്റ് വണ്ടി. എടുക്കുക, ഓടിക്കുക. കിലോമീറ്റർ എത്രയായി? ഇത് 180 അല്ലേ? ഓക്കെ. ഞാൻ വണ്ടി ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഈ വണ്ടി അതെ, എടുത്താക്കിനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, വന്ന് കൊണ്ടുപോവാ, അടുത്ത സർവീസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ കസ്റ്റമർ മുഴുവൻ ഗൾഫിലാണ്. അവർ വരിക, യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ളവർ വരിക, നമ്മളെ വിളിച്ചിട്ട് പറയാം എന്നോട് ഒരു വണ്ടി വേണോ. പണിയ സമയമൊന്നുമില്ല, ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചാൽ മതി. ഞങ്ങൾക്ക് 2-3 പോകണം. അതെ, പിന്നെ വീട്ടിൽ കയറ്റി എടുത്തേ ഉള്ളൂ. ഓക്കെ. അതോ ടയറൊക്കെ ആണല്ലോ ഒരു 50% മുകളിലുണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഉണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല. അവിടെ സിംഗിൾ ഓണർ വണ്ടി, ഇവിടെ നമ്പറാക്കിയ വണ്ടി. ഓക്കെ. ഇവിടെ വേറെ പെയിൻറ്റിങ് വർക്കൊന്നുമില്ല. അതായത് ബോഡിയൊക്കെ പക്കയാട്ടോ, ഒന്നും ചെയ്യാൻ നിൽക്കണ്ട.
ഈ സൈഡാണല്ലോ നോക്കി, വേറെ വിഷയങ്ങളൊന്നുമില്ല. രണ്ടും ഇൻ്റർകൂളർ വണ്ടി അല്ലേ? അതെ, രണ്ടും ഇന്റർകൂളർ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. മൈലേജ് 12ന് മേളിൽ സൂപ്പറായിട്ട് കിട്ടും മരയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ. ധൈര്യമായിട്ട്. ഓക്കെ. ഇന്റീരിയറിലേക്ക് വന്നാലും ഇതും സീറ്റ് കവർ ചെയ്ത വണ്ടിയല്ലേ? ഇത് നമ്മൾ പുതുതായിട്ട് ചെയ്തോ. അടിപൊളി, പക്ക സീറ്റ് കവർ കേട്ടോ. എല്ലാം ഉണ്ട്, സീറ്റ് കവർ ഒരു രക്ഷയില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി ഏത് വണ്ടി നോക്കിയാലും അതെ, സീറ്റ് കവർ അടിപൊളിയായിരിക്കും കേട്ടോ. നോക്കി തന്നെയല്ല, ഈ പഴയ സീറ്റ് കവർ ഇടുന്ന നമുക്ക് ഇഷ്ടമല്ല, പുതിയ നല്ല രീതിയിൽ കൊണ്ടുപോകണം. കൊടുക്കുക, നല്ലതേ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഡാഷൊക്കെ ആണല്ലോ നീറ്റാണ്. വേറെ സ്റ്റീരിങ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിങ് ഒക്കെ എല്ലാം പക്ക കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. എ സി ഒക്കെ ആണല്ലോ നല്ല കൂടിയല്ലേ. പക്ക. സെക്കൻഡ് റോയിലേക്ക് വന്നാലും നീറ്റാട്ടോ. ലാസ്റ്റ് റോ എല്ലാം ഓക്കെ കേട്ടോ. എഞ്ചിൻ റൂം ഒന്നുണ്ടല്ലോ. എഞ്ചിൻ റൂമിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം പക്കായാണ്. തട്ടുമുട്ടൊന്നുമില്ല. തട്ടുമുട്ടും ഒന്നുമില്ല. പുതിയ ബാറ്ററി അല്ലേ? എംബ്ലം കണ്ടില്ലേ? ബാഡ്സിയൊക്കെ ഉണ്ട്. ബോണ്ടൊന്നും മാറിയിട്ടില്ല അല്ലേ? ഒന്നും മാറിയിട്ടില്ല. ഫുൾ ഗ്യാരണ്ടിയാണ്. ഫുൾ ഗ്യാരണ്ടി. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവോ? പിന്നെന്താ. ഒന്ന് റേസ് ചെയ്യാവോ? ഒന്നുകൂടെ. ഓക്കെ 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 ചെയ്തു. ബെന്നി ചേട്ടാ, അപ്പോൾ ഈ വണ്ടി ലാസ്റ്റ് നമുക്ക് എന്നാ വില കൊടുക്കാം? ഈ ലാസ്റ്റ് 9 രൂപയ്ക്കാണ് നമുക്ക്. 9 രൂപ കൊടുക്കാം അല്ലേ? എത്ര ഫിനാൻസ് വരും വണ്ടിക്ക്? 7.25 ലക്ഷം രൂപ. 7.25 വരും അല്ലേ? അപ്പോൾ 1.25 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടോ? അവിടെ സിംഗിൾ ഓണർ വണ്ടി, ഗ്ലാസ് ഒന്നും മാറിയില്ല, തട്ടമുട്ട ആക്സിഡന്റ് അങ്ങനെ ഒന്നുമില്ല, പെൻഡിങ് വർക്ക് ഇല്ല. എടുക്കുക, അങ്ങ് ഓടിക്കുക, അവിടെ സർവീസ് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞല്ലേ? ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ലായ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് എന്ന് വെച്ചാൽ MC റോഡാണത്. അതിൻ്റെ ഇടയ്ക്ക് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുറ്റൂർ ജംഗ്ഷനാണ്. അപ്പോൾ ആ കുറ്റൂരിൽ നിന്ന് ഒരു 700 മീറ്റർ വരുമ്പോൾ ഇവിടെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്നും പറഞ്ഞ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അവിടുന്ന് കുരിശടിയുടെ അവിടുത്തെ 2ാമത്തെ വീടാണ് എൻ്റെ. അല്ലേ? അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം. വരിക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ.